ശ്രീമതി നീത കെ ഗോപാൽ, മേഡം, ഈ ഒഡീഷ തീരത്തിന് സമീപമുള്ള ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായ ശക്തി പ്രാപിച്ചുവെന്നും അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ അതിതീവ്ര മഴ കേരളത്തിൽ എല്ലായിടങ്ങളിലും അനുഭവപ്പെടും എന്നതായിരുന്നു നേരത്തെ പുറത്തുവന്ന കാലാവസ്ഥാ റിപ്പോർട്ട്. ഏത് സ്വഭാവത്തിലുള്ള ഒരു മഴയായിരിക്കും ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ഉണ്ടാവുക? ഏതൊക്കെ മേഖലകളിലാണ് പ്രത്യേകം ജാഗ്രത വേണ്ടത്? എന്താണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം? ഒറീസ തീരത്ത് രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം, അതായത് ഡീപ്പ് ഡിപ്രഷൻ ആയിരുന്നു. അത് ഇന്ന് ഉച്ചയോടടുത്തത് തീരം തൊട്ടു. അതിപ്പോൾ കരയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പ്രഭാവം ഇനി അധികം ഉണ്ടാവില്ല. പിന്നെ ആദ്യം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറഞ്ഞത് ഇനി വരുന്ന 5 ദിവസങ്ങളിൽ മഴ കനക്കുന്നു എന്ന് പറഞ്ഞ് അതിലൊരു തിരുത്തുണ്ട്. ഇന്നാണ് മാക്സിമം വെതർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നാളെ കുറച്ച് കുറവുണ്ടാവും. അതുപോലെയാണ് നമ്മൾ റെഡ് അലേർട്ടുള്ള ജില്ലകളുടെ എണ്ണം കുറച്ച് കുറവാണ് നാളെ. അതിനുശേഷം നമ്മൾക്ക് മറ്റന്നാളൊക്കെ ആകുമ്പം എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട് ഇന്ന് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം 31 തീയതികളൊക്കെ ആകുമ്പോഴത്തേക്കും മഴയിലെ അളവിൽ ഗണ്യമായ കുറവുണ്ടാവും. അപ്പോൾ ഏറ്റവും കരുതലോടെ ഇരിക്കേണ്ട ദിവസം ഇന്ന് രാത്രിയാണ്. കാരണം വടക്കൻ ജില്ലകളിലൊക്കെ പ്രത്യേകിച്ചും ഈ മൺസൂൺ സമയത്ത് കൂടുതൽ മഴ പെയ്യുന്നത് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ വെളുക്കാറാവുമ്പോഴൊക്കെയാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ മഴയൊന്ന് കണ്ടിന്യൂ ചെയ്ത് നാളത്തേക്കും കൂടി നിൽക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷം മഴയുടെ അളവിലൊക്കെ കാര്യമായ കുറവുണ്ടാവും. അതാണ് ഒരു ശുഭകാര്യമെന്ന് പറയാനുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിശക്തമായ മഴ വളരെ പരക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാം ഒരു കോമ്പൗണ്ട് എഫക്റ്റ്, ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു അക്യുമുലേറ്റഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ ഗണ്യമാണ്. കാരണം ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലും മറ്റൊക്കെ കഴിഞ്ഞ 5 ദിവസത്തിൽ പെയ്ത മഴ എന്ന് പറയുന്നത് സാധാരണ പെയ്യുന്നതിനേക്കാളും വളരെ പല മടങ്ങ് മഴയാണ് പെയ്തിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ മൊത്തം കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും പല മടങ്ങ് മഴയാണ് നമുക്ക് ഈ കഴിഞ്ഞ 5 ദിവസത്തിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ട് ഇമ്പാക്റ്റ് കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നദികളിലെ ജലനിരപ്പ് ഉയരുക, അല്ലെങ്കിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുക, പിന്നെ ഓൾറെഡി ദുർബലമായിട്ടുള്ള കെട്ടിടങ്ങളും വീടുകളുമൊക്കെ ഈ അതിശക്തമായ മഴയിലും കാറ്റിലും വീണ്ടും ദുർബലപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ വ്യാപകമായിട്ട് ഈ കെടുതികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും. അപ്പോൾ ഇനി വരുന്ന ദിവസം ഇന്ന് കഴിഞ്ഞ് നാളെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആശ്വസിക്കാമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അപ്പോൾ ഇനിയൊരു ന്യൂനമർദ്ദമില്ല. ആ ന്യൂനമർദ്ദം വടക്കിഴക്കൻ ദിക്കിലേക്ക് മാറുകയാണ്. അപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് അതിൻ്റെ കെടുതികൾ ഇനി വരാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇമ്പാക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്തവണ മേഡം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തി എന്നുള്ളതായിരുന്നു. ഇത് ഏതാണ്ട് 10-15 കൊല്ലങ്ങൾക്ക് ശേഷമാണ് കാലവർഷം നേരത്തെ നമ്മുടെ നാട്ടിലെത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു തീവ്രത, ഇപ്പോൾ മേഡം പറഞ്ഞത് നേരത്തെ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന വിവരങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ഇനി വരുന്ന 5 ദിവസം അതിതീവ്ര മഴയുടെ ദിവസങ്ങളായിരിക്കും, അതുകൊണ്ട് പ്രത്യേകം കരുതൽ വേണമെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ആ തരത്തിലൊരു ആശങ്കയുടെ ആവശ്യമില്ല എന്നാണോ മേഡം പറയുന്നത്? അതായത് ഇനി അങ്ങോട്ട് തീവ്രമഴ എന്നത് നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല, കാലവർഷത്തിൻ്റെ സ്വാഭാവിക മഴ മാത്രമായിരിക്കും നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരിക എന്നല്ലേ മനസ്സിലാക്കേണ്ടതല്ലേ? അപ്പം ഈ 2 ദിവസം ഇന്നും നാളെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആശങ്കയ്ക്ക് വഴിയില്ല എന്നാണ്. കാരണം മഴയുടെ അളവ് വളരെ ഗണ്യമായിട്ട് കുറയും. നമ്മുടെ ഈ മഴയ്ക്ക്, കേരളത്തിലെ മഴയുടെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തിയും അത് അന്തരീക്ഷത്തിൽ മേലെ തട്ടുകളിൽ എത്ര ഉയരത്തിൽ വരെ കാണപ്പെടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. അപ്പോൾ നമ്മുടെ മൺസൂൺ നേരത്തെ വന്നു. അത് കേരളത്തിലെ മാത്രം ഒരവസ്ഥയായിട്ടല്ല, അതിനെ നമ്മുടെ ഗ്ലോബൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ റീജിയൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ് പല ഘടകങ്ങളുണ്ട്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ കാറ്റ് ഉത്ഭവിക്കുന്ന കാറ്റിൻ്റെ പ്രഭവസ്ഥാനമുണ്ട് മഡഗാസ്കർ ഐലൻഡിന് സമീപത്ത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രഭവസ്ഥാനത്തിൻ്റെ ഒരു ശക്തി, പിന്നെ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാറ്റ് എത്ര ശക്തിയുള്ളതാണ്, എത്ര ഉയരത്തിൽ വരെ അത് കാണാം, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. നമുക്ക് ഈ രാജസ്ഥാൻ അടുത്തുള്ള ഒരു ഹീറ്റ് ലോ എന്ന് പറയുന്നത് ചൂട് കൂടിയിട്ടുണ്ടാകുന്ന ഒരു ന്യൂനമർദ്ദ പ്രദേശമാണത്. അപ്പോൾ അങ്ങനെയുള്ള പല റീജിയണൽ പാരാമീറ്റേഴ്സും ഗ്ലോബൽ പാരാമീറ്റേഴ്സും അതൊക്കെ വളരെ അനുകൂലാവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മൺസൂൺ കേരളത്തിൽ നേരത്തെ എത്തിയത്. പിന്നെ ഈ എല്ലാം അനുകൂല സ്ഥിതിയിലായിരുന്നുകൊണ്ടാണ് കാറ്റിൻ്റെ ശക്തി വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും തീവ്രമായ ഒരു മഴയും അതും ഇത്രയും ദിവസം നീണ്ടു നിന്ന ഒരു മഴയുടെ ഒരു സ്പെല്ല് നമുക്ക് ഈ ഓൺസെറ്റ് ഫേസിൽ തന്നെ ഉണ്ടായത്. അപ്പോൾ ഇതിന് തുടക്കത്തിൽ തന്നെ മൺസൂൺ ഓൺസെറ്റ് വളരെ വിഗ്രസ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ 23-ാം തീയതിക്ക് ശേഷമാണ് മഴ തുടങ്ങിയത്. അത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 29-ാം തീയതി ഉച്ചയോടുകൂടിയേ ഈ മഴ കുറയുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ നമുക്ക് അസസ്മെൻ്റ് ഉണ്ടായിരുന്നത് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ മൺസൂണിൻ്റെ ശക്തി നേരത്തെ വന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കാലാവസ്ഥാ ഘടകങ്ങളെല്ലാം അനുകൂലമായിട്ട് വന്നതുകൊണ്ടാണ് അത് നേരത്തെ വന്നതെന്ന് നമുക്ക് പറയാം. പക്ഷേ നേരത്തെ വന്നുകൊണ്ട് മാത്രം ഇങ്ങനെയൊരു ഫേസ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പല ഘടകങ്ങളും ഞാൻ ആദ്യം സൂചിപ്പിച്ചുള്ള പല ഘടകങ്ങളും അനുകൂല ഭാവത്തിൽ ഒന്നിച്ചു വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു അതിശക്തമായൊരു മഴയുടെ ഒരു എപ്പിസോഡ് നമുക്കുണ്ടായത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ലാനിന കണ്ടീഷൻ എന്ന് പറയുന്നത്. ലാനിന ഉണ്ടെങ്കിൽ സാധാരണ കേരളത്തിൽ മഴ കൂടുതലുണ്ടാവും എന്ന് പറയാറുണ്ട്. ഇപ്പം പസഫിക്കിലെ ആ താപനില എന്ന് പറയുന്ന ഒരു ലാനിന കണ്ടീഷൻ നമുക്ക് ടെക്നിക്കലി പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അതും നമ്മൾ ഈ കൂട്ടത്തിൽ വായിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം കാലാവസ്ഥ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒരു MJO അല്ലെങ്കിൽ മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ ഉഷ്ണമേഖലാ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന ഒരു മേഘക്കൂട്ടമാണ്. അത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് അത് നീങ്ങുന്നത്. അതും നമുക്ക് അനുകൂല ഘടകമായിട്ടാണ് ഇത്രയും ദിവസം നിന്നത്. അപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും നമ്മുടെ ഇന്ത്യയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന് അത് വീണ്ടും കിഴക്കോട്ടേക്ക് പോകും, പസഫിക് സമുദ്രത്തിന് മുകളിലാവും. അപ്പോൾ ആ ആക്ടിവിറ്റി ഈ മഴയും കൊടുങ്കാറ്റും എല്ലാം പസഫിക് സമുദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കും. ആ സമയത്ത് നമുക്ക് മഴ കുറവായിരിക്കും. ഇതാണ് നമ്മൾ ഒരു എന്താ പറയുക കാലാവസ്ഥ ശാസ്ത്രജ്ഞരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ സിനാരിയോ. ശരി.